തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നത് AD 50.
പാട്ടൊക്കെ എടുക്കാം കേട്ടോ. ഈ പാട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇതിനകത്ത് ആ കൊച്ചു പേടകത്തിനകത്ത് കാണുന്ന ആ മുകളിൽ വെച്ചിരിക്കുന്നതാണ് തോമാസിയുടെ വലത് കരത്തിൻ്റെ അസ്ഥി. വലത് കരത്തിൻ്റെ അസ്ഥിയാണത്. അത് വളരെ പൂജ്യമായ സംഗതിയാണ്. അത് ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. കേരളത്തിന് ലഭിച്ച സംഭാവനയാണ്. റോമിൽ നിന്ന് ഇതിവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നുള്ളത്. ഇപ്പോൾ 53-ലാണ് അത് പ്രതിഷ്ഠിച്ചത്, ഡിസംബർ 6-ാം തീയതി. അന്ന് മുതൽ ധാരാളം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും തോമാശ്ലീഹായുടെ ഈ അസ്ഥി മൂലം തോമാശ്ലീഹ ഇന്ന് ഇവിടെ ജീവിക്കുന്നു, അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നാണ് മനുഷ്യരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം ഈ അസ്ഥി വണങ്ങുമ്പോൾ തോമാശ്ലീഹയെ തന്നെയാണ് വണങ്ങുന്നത്. തോമാശ്ലീഹായുടെ 2ാം ഭാരത പ്രവേശനമായിട്ടാണ് 53-നുള്ള കാലഘട്ടം അറിയപ്പെടുന്നത്. 53 ജനുവരി 6 മുതലുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് തോമാശ്ലീഹയുടെ 2ാം ഭാരത പ്രവേശനം എന്നാണ്. അതുകൊണ്ട് ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയും ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ധാരാളം പേര് അറിയാനായിട്ടും തോമാശ്ലീഹയോട് പ്രാർത്ഥിക്കാനായിട്ടും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തോമാശ്ലീഹ പ്രാർത്ഥിച്ച വാക്കാണ് മാർ വാലാഹ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. മൈ ലോഡ് മൈ ഗോഡ്, മൈ ലോഡ് മൈ ഗോഡ് എന്ന് പറഞ്ഞാണ് തോമാശ്ലീഹയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടത് തോമാശ്ലീഹ പറഞ്ഞ പ്രാർത്ഥനയാണ്, എൻ്റെ കർത്താവിൻ്റെ ദൈവം. ഇതൊരു സമർപ്പണ പ്രാർത്ഥനയാണ്. അതിൻ്റെ ചിത്രമാണ് ഇവിടെ മുന്നിൽ വരച്ചു വെച്ചത്. അത് കാണാൻ പറ്റും തോമാശ്ലീഹ. നമുക്കിപ്പോൾ ഈ നമ്മുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാണ് ഇപ്പോൾ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഭയങ്കര വലിയൊരു എന്തിട്ടാണ് പറയണത്, ഇപ്പോൾ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് മറ്റുള്ളവർ കാണാൻ പറ്റാത്ത പല കാര്യങ്ങൾ. കാരണം ഇപ്പോൾ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ പേരിൽ നമ്മുടെ തോമാശ്ലീഹയുടെ വിശേഷിപ്പ് അതാർക്കും കാണിച്ചു കൊടുക്കാറുണ്ടായില്ല. അത് കാണിച്ചു തന്ന നമ്മുടെ അച്ഛൻ ഡേവിസ് കാച്ചപ്പള്ളി അച്ഛൻ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പോൾ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അച്ഛൻ തന്നെ ഓരോ കാര്യങ്ങൾ, പല ചരിത്രങ്ങളും പിന്നെ ആ തിരുശേഷിപ്പ് കാണിക്കാനും ഇതൊക്കെ എല്ലാം അച്ഛൻ സപ്പോർട്ട് ചെയ്ത്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഒരു വാട്ടർ ഫ്രണ്ടേജ് ഉണ്ട്, ഒരു ബോട്ട് സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടപ്പുറം പെരിയാറിൻ്റെയും പിന്നെ അരീക്കോട് ബീച്ച് അത് ആസ്വദിക്കുക. ഇവിടെ കായലിൽ 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ഒരു സർവീസ്, അരമണിക്കൂർ സർവീസ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളിവിടെ ഉണ്ട്. പിന്നെ ഭയങ്കര നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. എല്ലാവരും വന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ നന്ദി പറയണത് ഇവിടുത്തെ ഫാദർ കാച്ചപ്പള്ളി അച്ഛനാണ്, ഡേവിസ് കാച്ചപ്പള്ളി അച്ഛൻ. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ചരിത്രത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. അതുമാത്രമല്ല, ചരിത്രം ഇപ്പോൾ എങ്ങനെയും നമുക്ക് നോക്കിയെടുത്ത് പറയാമായിരുന്നു. പക്ഷേ തോമാശ്ലീഹയുടെ തിരുശേഷിപ്പ് അത് നമ്മളെ കൊണ്ട് കാണാൻ സാധിക്കില്ലായിരുന്നു. അത് കാണിച്ചെന്ന് അച്ഛന് ഒരുപാട് മനസ്സറിഞ്ഞ് നന്ദി ഞങ്ങൾ പറയുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ മുനമ്പം, അഴീക്കോട് മുനമ്പം ഫെറി കടന്ന് ജങ്കാറ് കടന്ന് പള്ളിപ്പുറം ഫോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് ഒന്നിച്ചിരുന്ന് കാണാം. അപ്പോൾ നമ്മൾ പള്ളിപ്പുറം കോട്ടയിലെത്തിയൊക്കെയാണ്. ഇനി നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. പള്ളിപ്പുറം ഫോർട്ടിലാണ് ഈ ചരിത്രമുറയും കിടക്കുന്ന ഈ ഫോർട്ടിനെ കുറിച്ച് നമ്മുടെ ഇവിടുത്തെ ഈ ഫോർട്ടിൻ്റെ ഒരു ജീവനക്കാരനായ കലേഷേട്ടൻ അതിനെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തരുന്നതാണ്. നമുക്ക് കലേഷേട്ടൻ സംസാരിക്കും. ഈ ഫോർട്ടിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാസ്കോ ഡ ഗാമ വന്നതിന് ശേഷം പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരികയും
അതിനുശേഷം പല സ്ഥലങ്ങളിലും ഇതുപോലെ കോട്ടകൾ പണിതിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മുടെ പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരാണ് പണിതത്. ഏകദേശം 500 വർഷം മുമ്പാണ് ഈ കോട്ട പണിയപ്പെട്ടത്. ഇതിൻ്റെ ആവശ്യകത എന്ന് വെച്ചാൽ ഇത് ശരിക്കൊരു വാച്ച് ടവർ പോലെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ഈ കാണുന്ന ഹോളുകളിലൊക്കെ ബീരങ്കികളും പിന്നെ മുകളിൽ ഏറ്റവും മുകളിലായി റൂഫ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഈ അറബിക്കടൽ ഇതിൻ്റെ തൊട്ടടുത്തും ഈ അഴിമുഖം ഇവിടെ തൊട്ടടുത്തും അതിൻ്റെ ഒരു മുനമ്പ് സ്ഥാനത്തായിട്ടാണ് ഇത് പണി കഴിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ ഇതെന്ന് വെച്ചാൽ നമ്മളുടെ രാജ്യങ്ങൾ ഇവിടെ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ അതുപോലുള്ള മറ്റു സാധനങ്ങൾ അവരുടെ രാജ്യത്തേക്ക് കടത്തുകയും പകരമായി ഇവിടെ രാജാക്കന്മാർക്ക് എന്തെങ്കിലും പൊൻപണം അങ്ങനെ കൊടുത്തുകൊണ്ട് ഒരു സംവിധാനമാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ പണ്ടത്തെ പായ്ക്കപ്പൽ ഇവിടെ അടുക്കുകയും ഇതിലേ വന്ന് കയറി നമ്മളുടെ ഈ മുസ്ലിം പട്ടണമായ അവിടെയൊക്കെ കമ്പടിക്കുകയും അതിനു വേണ്ടിയുള്ളൊരു സെറ്റപ്പിന് വേണ്ടിയാണ് ഇത് പണിതാക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് പാസേജ്, അത് വെടിമരുന്ന് സൂക്ഷിക്കാനും അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കാനുമുള്ള അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. എങ്കിലും ഇത് അങ്ങനെ ഒരു ബിൽഡിങ്ങാണ് പണിതാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഒരു വാണിജ്യ വ്യാപാരങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയാണ് ഈ സംഭവം പണിത് വെച്ചത്. അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇത് പണിതാക്കുന്നത്. ഇതിൻ്റെ ഭിത്തിക്ക് 6 അടി കനമുണ്ട്. ചെങ്കല്ലിലാണ് പണിതാക്കുന്നത്. പിന്നെ സുർക്കി എന്നൊരു സംഭവം കൊണ്ടാണ് ഇതിൻ്റെ ഇത് ഒട്ടിച്ചാക്കുന്നത്. അതുകൊണ്ട് ഇത്രയും കാലഘട്ടങ്ങളായിട്ടും ഇത് ഇങ്ങനെ പൊളിയാതെ നിൽക്കുന്നത്. ഇത് പിന്നെ ഒരു യുദ്ധങ്ങളിൽ ഇങ്ങനെ ഇതിൻ്റെ ടോപ്പൊക്കെ തെറിച്ച് പുഴയിൽ കിടപ്പുണ്ടെന്ന് പറയപ്പെടുന്നു. ബീരങ്കികളുണ്ടായി, അതൊക്കെ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി ഒരേ തലമുറകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ അതിന് ശേഷമാണ് പോർച്ചുഗീസുകാർക്ക് ശേഷമാണ് ഡച്ചുകാർ വന്നത്. ഡച്ചുകാർ കുറേ നാൾ ഇവിടെ ഉണ്ടായിരുന്നു പറയുന്നു. അതിനുശേഷം സുൽത്താൻ്റെ ആൾക്കാർ വന്ന് ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഓരോരുത്തരെ ബ്രിട്ടീഷുകാരിങ്ങനെ ഓടിക്കണ ഇതുണ്ടായിരുന്നല്ലേ, അതുപോലെ തന്നെ ഇവരെയും ഇവിടെ നിന്ന് ഒരു സുൽത്താൻ്റെ ആൾക്കാർ ലാസ്റ്റ് ടൈമിൽ ഓടിച്ചു. അതിനുശേഷമാണ് പിന്നെ സുൽത്താൻ്റെ ആൾക്കാരെയും ഇവിടെ നിന്ന് നാട് കിടത്തിയത്. അങ്ങനെ പിന്നെ നമ്മുടെ കൊച്ചി രാജാവിൻ്റെ കയ്യിലായി. പിന്നെ അതിനുശേഷം ട്രാവൻകൂർ ഗവൺമെൻറ്റിന് കൈമാറുകയും അതിനുശേഷം ഇപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ് ഈ സംഭവം. അപ്പോൾ അങ്ങനെ നമ്മൾ പള്ളിപ്പുറം കോട്ടയിലെ വിശേഷങ്ങളെല്ലാം കണ്ട് പള്ളിപ്പുറം കോട്ട ചരിത്രം പഠിച്ച് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി മുസ്ലിം ആംഫിയ തിയേറ്ററിലേക്കാണ് പോണത്. ഇനി നമുക്ക് ആംഫിയ തിയേറ്ററിലെ നല്ല നല്ല വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒരു വൈകുന്നേര സായാഹ്നങ്ങളിൽ ഫാമിലിയായിട്ട് വന്ന് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ഈ ആംഫിയ തിയേറ്റർ. അവിടെ നിങ്ങൾ ഫാമിലിയായിട്ട് വരാം, അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരിക്കും. Don't forget all the things you've been taught, you've been told. Don't blink, don't run, don't turn left or turn right or look straight at the sun. My mind's going in circles, I'm trying to fight it. Getting these voices inside to stay quiet. Going to the place where all this began. Just start again. Oh, you won't see the light until the dawn breaks. No, till it's all said and done, you won't know what it takes. നമ്മുടെ ആളാണ്, നമ്മളെ നാട്ടുകാരും ആ ചേച്ചിനെ കൊണ്ടുവന്നില്ലേ? അറിയാണ്ട് പറ്റിച്ചോ. They say, be meek. Look beneath the bed before you go to sleep. Keep on, I shine. Will surely get burned if you reach out and touch. My mind is a battle, I'm trying to hide it. Getting these voices inside to stay quiet. On to the place where all this began.
യാത്ര ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനിയൊരു 2-3 സ്ഥലം കൂടി കവർ ചെയ്യാണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് പുത്തൻ കാഴ്ചകളായിട്ട് ഞങ്ങൾ മുസ്ലിംസിനായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയറും ചെയ്യുക.